ഹാദിനും ഹാക്കിങ്ങും വീട്ടിലേക്ക് തിരിച്ചു വരും. അവർ വരുമ്പോഴത്തേക്കും മിസ് പാർക്ക് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഹാദിൻ ജംഗ്ഹൂൺ കൊടുത്ത ഗിഫ്റ്റ് എല്ലാം ഒന്നും കൂടി എടുത്തു നോക്കും. ജംഗ്ഹൂൺ ഡയറക്ടർ ജിയെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലും. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നത്? എന്റെ ദിവസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഇതിനകത്ത് എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. കാരണം അവസാനം ഹാദിൻ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവൾ എന്തായാലും എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരാനായിട്ട് പോകുന്നതെന്നൊക്കെ ഇവൻ പറയും. ഇയാൾക്ക് ഇതിനകത്ത് കിടന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൂടുതൽ കാലം താൻ ജയിലിൽ കിടക്കാനായിട്ട് വേണ്ടുന്നതല്ല ഞാൻ ചെയ്യുമെന്ന് ജംഗ്ഹൂൺ പറയുന്നുണ്ട്. ഡയറക്ടർ നീ ചിരിക്കും, കളിയാക്കി ചിരിക്കും. നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? നീ വിചാരിക്കുന്ന പോലെ നിയമം പോകുമെന്നാണോ? അങ്ങനെയൊന്നുമില്ല. കൂടിപ്പോയാ എത്ര നാൾ ഞാൻ ഇതിനകത്ത് കിടക്കും? കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എന്നെ റിലീസ് ചെയ്യും. അത് കഴിയുമ്പോൾ ഞാൻ ഹാദിനുമായിട്ട് ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ജംഗ്ഹൂൺ പറയുന്നത്, ഇതുവരെ നീ ചെയ്ത കുറ്റങ്ങളൊക്കെ വെച്ചിട്ട് കൂടിപ്പോയ ഒരു 3 വർഷം കിട്ടും, അതായിരിക്കും ഇപ്പൊ പറയുന്നത്. പക്ഷേ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കൊലയാളിയെ ജയിലിൽ പോയി കണ്ടിട്ട്, മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് അയാളുടെ ക്രൈം അതേപോലെ പകർത്താനായിട്ട് ശ്രമിച്ചു എന്ന് ആൾക്കാർ മീഡിയ ഒക്കെ അറിയുവാണെങ്കിൽ നിയമം എങ്ങനെ പ്രതികരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സെങ്ഹോയെ പോയി മീറ്റ് ചെയ്ത കാര്യമാണ് ജംഗ്ഹൂൺ പറയുന്നതെന്ന് അറിയുമ്പോഴത്തേക്കിനും ഇവന് പേടിയാവും. ഞാനും അയാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അയാളെ പോലെ അല്ല. എനിക്ക് ഹാദിനോടുള്ള ഇഷ്ടം പറയണമായിരുന്നു, അവളെ എന്റെ സ്നേഹം ബോധ്യപ്പെടുത്തണമായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചെയ്ത തെറ്റ് അംഗീകരിക്കുകയോ അതിന് അപ്പോളജൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇതും പറഞ്ഞുകൊണ്ട് ഇതിനകത്തിരുന്നു സ്വന്തം ജീവിതം ഇതിനകത്ത് നരകിച്ച് തീരുന്നത് എങ്ങനെയാണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ജംഗ്ഹൂൺ അവിടുന്ന് പോകുന്നത്. ജംഗ്ഹൂൺ രാവിലെ തന്നെ ഹാദിനെ വിളിക്കും. അവൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കും. എന്റെ സെഗ്മെന്റ് കഴിയുമ്പോൾ രാത്രിയാവും, വീക്ക് ഡേയ്സിൽ മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് വീക്കെൻഡ്സിൽ മീറ്റ് ചെയ്താൽ പോരെ എന്ന് അവൻ ചോദിക്കും. എന്റെ സ്ക്രിപ്റ്റ് റീഡിംഗ് വരുവാണ് ഉടനെ തന്നെ, അതിന് മുമ്പ് എനിക്കെല്ലാം പഠിപ്പിച്ചു തരണം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സെഗ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മീറ്റ് ചെയ്യാം, ഞാൻ കാണാനായിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ സമ്മതിക്കും. അപ്പൊ അവൻ ഓഫീസിൽ എത്തിയെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കിനും അവൾ മെസ്സേജ് അയക്കും. മിസ്റ്റർ കിമ്മിന്റെ അടുത്ത് എനിക്ക് വേണ്ടി താങ്ക്സ് പറയണം, കഴിഞ്ഞ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ പോകുന്നതിന് മുമ്പ് ക്യാൻറ്റീനിൽ പോയിട്ട് കോഫി വാങ്ങിച്ച് കുടിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ അവൾ മെസ്സേജ് അയക്കും. അവൻ അതുപോലെ അനുസരിക്കുകയും ചെയ്യും. ആങ്കർ ലിയെ മീറ്റ് ചെയ്യുന്നത് രാത്രിയിലാണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഹാദിൻ. അപ്പൊ എവിടെയാണ് പോകുന്നതെന്ന് ഹാക്കിൻ ചോദിക്കും. രാത്രിയിൽ ഞാൻ ജംഗ്ഹൂണിനെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവൾ പറയുന്നത്. അതിനെന്തിനാ ഇപ്പോഴേ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവളൊന്നും പറയത്തില്ല. അപ്പൊ ഇവളുടെ ഈ പരാക്രമമൊക്കെ കാണുമ്പോഴത്തേക്കും ഹാക്കിന് സംശയം തോന്നും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ ശരിക്കും ഇപ്പൊ ഡേറ്റ് ചെയ്യുകയാണ്, ശരിക്കും ആങ്കർ ലിക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ ഹാദിൻ പറയും. പക്ഷെ ഹാക്കിൻ വലുതായിട്ട് അത് വിശ്വസിക്കത്തില്ല. അപ്പൊ തലേ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവളോട് ഹാദിൻ പറയും. കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹാക്കിങ്ങിനും സന്തോഷവും. റിപ്പോർട്ടർ ചോദിക്കും എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന്. ഹാക്കിൻ ചോദിക്കുന്നുണ്ട് ഇന്ന് മുതൽ തുടങ്ങുമെന്ന് ഹാക്കിൻ പറയും. അപ്പൊ എന്ത് ട്രെയിനിങ് ആണെന്ന് ചോദിക്കും. വീക്ക് ആയതുകൊണ്ട് ഗേൾഫ്രണ്ട് കളഞ്ഞിട്ട് പോയതുകൊണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചതാണെന്ന് ഹാക്കിൻ പറയുന്നുണ്ട്. അതെന്തിനാ നീ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ഹാക്കിൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു, നല്ലൊരു ക്യൂട്ട് കപ്പിൾ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് ഹാക്കിൻ പറയും. അത് കേൾക്കുക തന്നെ എനിക്കങ്ങനെയൊന്നുമില്ല. അല്ല ശരിക്കും നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ഹാക്കിൻ ചോദിക്കും. രണ്ടുപേർക്കും ഒരേപോലെയുള്ള കുറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് അവനോട് ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഹാക്കിൻ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഹയർ അതോറിറ്റീസ് മിസ്റ്റോയ്ക്കും മിസ്റ്റർ കിമ്മിനുമെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ജംഗ്ഹൂൺ ഓഫീസിൽ വരുമ്പോഴാണ് അത് അറിയുന്നത്. അവനെ ന്യൂസ് എന്ന് അവരോട് അറിയിക്കാതെ തലേ ദിവസം മാറ്റി വേറൊരാളെ ന്യൂസ് വായിക്കാനായിട്ട് ഇരുത്തി. അപ്പൊ മെയിൻ ന്യൂസ് ആങ്കറിനെ മാറ്റുമ്പോൾ അവരുടെ സമ്മതം ചോദിക്കണമായിരുന്നു, അത് മിസ്റ്റോ ചെയ്തില്ല. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഞാനല്ലേ ന്യൂസ് വായിക്കേണ്ടത്, അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണല്ലോ മാറ്റിയത്, അപ്പൊ എന്നെ വേണ്ടി ശിക്ഷിക്കാനെന്ന് ജംഗ്ഹൂൺ ചോദിക്കുമ്പോഴത്തേക്കിനും ഇതിപ്പോ അവരൊരു റീസൺ കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും നാള് നീ ന്യൂസിൽ എന്തൊക്കെയാണ് ആൾക്കാരോട് വിളിച്ചിരുത്തി ചോദിച്ചുകൊണ്ടിരുന്നത്, പല പ്രാവശ്യം അവർ വാൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോദിക്കരുത് ഇങ്ങനെ ചോദിക്കരുത് എന്നൊക്കെ, എന്നിട്ട് നീ അത് എന്തെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ വന്നപ്പം അതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് മിസ്റ്റോയാണെന്നൊക്കെ മിസ്റ്റർ കിം പറയും. ജംഗ്ഹൂൺ പറഞ്ഞിട്ട് കുറ്റബോധം കാരണം നേരെ മിസ്റ്റോയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മിസ്റ്റോയുടെ റിലാക്സ്ഡ് ആയിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് കിടക്കുകയാണ് സോഫയിൽ. അപ്പൊ ഇവൻ കാര്യം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് മനസ്സിലാവും. ഇവൻ അപ്പോളജൈസ് ചെയ്യും. നീ എന്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത്? നിന്റെ ഗേൾഫ്രണ്ടിനെ കാണാതെ പോയി, ആരോ തട്ടിക്കൊണ്ട് പോയി, അങ്ങനെയുള്ളപ്പോൾ ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യത്വം ഇല്ലാതെ വേണ്ട നീ ഇവിടുന്ന് ന്യൂസ് വായിക്കണമെന്ന് പറയണമായിരുന്നു. അതൊന്നും അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പിന്നെ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം, നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കണ്ട.
ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തായാലും ഞാൻ ഫേസ് ചെയ്തോളാം. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നെ സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു വെക്കേഷൻ പീരീഡ് ആയിട്ട് കൂട്ടിക്കോളാം. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ അടുത്ത സെഗ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കാനായിട്ട് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞ് മിസ്റ്റർ കിം വന്ന് നോക്കുന്നത് തന്നെ റൂമിൽ മിസ്റ്റോ ഇല്ല. വിളിക്കാനായിട്ട് തുടങ്ങുന്ന തന്നെ ഒരു കൊളീഗ് വന്നിട്ട് പറയും, ഞാൻ സ്മോക്ക് ചെയ്യാനായിട്ട് റൂഫ് ടോപ്പിലേക്ക് പോയപ്പോൾ മിസ്റ്റോ അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടു എന്ന് പറയും. ഇത് കേൾക്കുന്നുണ്ട് ഇയാൾ ടെൻഷൻ അടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലും. ഇവര് നോക്കുന്ന തന്നെ അവിടെ കുനിഞ്ഞിരിക്കുവാണ് മിസ്റ്റോയ്. അപ്പൊ കരയുവാണ് എന്ന് വിചാരിക്കും. നീ ഇത്രയും നാൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്തത്. ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ, നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, എനിക്ക് ജോലി ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലി എങ്ങനെയായാലും മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആശ്വസിപ്പിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും മിസ്റ്റോയ് അവിടെ നിന്ന് ചിരിക്കുകയാണോ എന്ന് ഇയാൾക്ക് സംശയം. നോക്കുമ്പോൾ ഫോണിൽ എന്തോ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു മിസ്റ്റോയ്. അപ്പം ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു റിയാലിറ്റി ഷോ എന്തോ കണ്ടിട്ടാണ് ചിരിച്ചോണ്ടിരുന്നത്. ഞാൻ കുറെ കാലമായിട്ട് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല, ഇതെല്ലാം ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ കരയുമില്ലായിരുന്നോ ചിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ എന്തിനാ കരയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. ഇത് കണ്ടിട്ട് കൂടെ വന്ന ആള് ഇയാളെ കളിയാക്കി ചിരിച്ചിട്ട് പോകും. ആദ്യത്തെ ഡേറ്റ് ആണെന്നുള്ള എക്സൈറ്റ്മെന്റില് ഒരുങ്ങി അതിന് റെഡി ആയിട്ടാണ് ഹാജിൻ പോകുന്നത്. പക്ഷെ അവള് വിചാരിച്ച കൂട്ടൊന്നും അല്ലായിരുന്നു. അവള് പഠിക്കാനാണ് വന്നതെന്നാണല്ലോ ജംഗുന്റെ അടുത്ത് പറഞ്ഞത്. അവൻ അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുവാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത്, മോഡുലേഷൻ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അവൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവളെ കൊണ്ട് പറയിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അവൾ അതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ജംഗൂൺ ഹാജിനെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോകും. കറക്റ്റ് ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഹാജിന് നേരം വേറൊരു സീൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ജംഗൂന്റെ അടുത്ത് പറയും. അവൻ ഡയലോഗ് വായിക്കുന്ന ഒരു ഇമോഷനും ഇല്ലാതെയാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവനെ കൊണ്ട് വായിപ്പിക്കും. അവളെ കൊണ്ട് ന്യൂസ് പിന്നെയും പിന്നെയും വായിപ്പിച്ചതിന് പകരമായിട്ട് ചെയ്യുകയാണെന്ന് ജംഗൂണിന് മനസ്സിലാവും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണെന്ന്, അത് ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആയിട്ട് കൂട്ടിയിട്ടില്ല, നമുക്ക് ഈ വീക്കെൻഡിൽ പുറത്തെവിടേക്കെങ്കിലും പോകാമെന്ന് ഹാജിന്റെ അടുത്ത് അവൻ പറയും. അതേസമയം തന്നെ ഹാക്കിങ്ങിന്റെയും റിപ്പോർട്ടർ ജോയുടെയും പ്രാക്ടീസ് തകൃതിയായിട്ട് നടക്കുകയാണ്. പുതിയൊരാളാണ്, ആദ്യമായിട്ട് പ്രാക്ടീസിന് വന്നതാണെന്നുള്ള പരിഗണനയൊന്നും റിപ്പോർട്ടർ ജോയ്ക്ക് ഹാക്കിംഗ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവരുടെ ഇന്റിമസി റിപ്പോർട്ടർ ജോയെ വല്ലാതെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹാക്കിംഗ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവര് സോജു കുടിക്കാനായിട്ട് പോകും. റിപ്പോർട്ടർ ജോയുടെ അടുത്ത് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് സോഡ ഓർഡർ ചെയ്യട്ടെ എന്ന് ഹാക്കിംഗ് ചോദിക്കുന്നുണ്ട്. അവനത് ഇഷ്ടപ്പെടുത്തില്ല. അതെന്താ അങ്ങനെ പറയുന്നത്, ഞാൻ സോജു ഒക്കെ കുടിക്കും, എനിക്കത് കുടിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. ഇവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വാങ്ങിച്ചിട്ട് അവനാണ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയൊക്കെ കാര്യമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുന്നുണ്ടേ ആൽക്കഹോൾ ടോളറൻസ് റിപ്പോർട്ടർ ജോയ്ക്ക് കുറവാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. ഇയാൾ എന്തിനാണ് ഇത്രയും പാടുള്ള സ്റ്റെപ്സ് ഒക്കെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ എളുപ്പമുള്ളതാണ് പറഞ്ഞു തന്നത്, അടുത്ത ദിവസം ഇതിലും പാടുള്ളതായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നാണ് അവൾ തിരിച്ചു പറയുന്നത്. ഹാക്കിങ്ങിന്റെ ഊഹം ശരിയായിരുന്നു. റിപ്പോർട്ടർ ജോയ്ക്ക് ടോളറൻസ് ലെവലൊക്കെ വളരെ കുറവായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ അവനും പുറത്തിട്ടുണ്ട് വീട്ടിലേക്ക് പോകേണ്ടി വരും ഹാക്കിങ്ങിന്. ഒരുവിധം വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കിനും ഇവള് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവന് പകുതി ബോധമില്ലല്ലോ. ഹാക്കിങ്ങിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നത് ഇയാൾ എത്ര ടൈനിയും ക്യൂട്ടും ആണെന്നാണ്. അത് കേട്ട് ഹാക്കിങ് ഞെട്ടും.